സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നേരം വെളുത്ത് ചാനൽ തുറന്നാൽ വിദ്വേഷവും വെറുപ്പുമല്ലാതെ വേറൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിന് എന്നൊരു പരിഹാരം ഉണ്ടാവും, എന്നാണ് ഇതിനൊരു അവസാനം. അതായത് ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടായിരുന്നു കളിയിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കും, ഏതെങ്കിലും ഒരു ടീം തോൽക്കും. അത് സ്വാഭാവികമാണ്. പിന്നെ കളിക്ക് മുമ്പ് പാകിസ്ഥാൻ കളിക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചു. കളിക്ക് ശേഷവും വിസമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് അത്രയും വലിയ വൈരാഗ്യം അവർ പിന്നെ മറുനാടൻ മലയാളി പറയുന്നത് പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണ്, ഇസ്രയേല് ഭീകര രാഷ്ട്രമല്ല. പാകിസ്ഥാന് കാര്യം വിടുക, തൽക്കാലം വിടുക. ഇന്ത്യയിൽ ആവശ്യം പോലെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ട്. അപ്പൊ അവർ ഭീകര രാഷ്ട്രമാവാത്തത് എന്താണ്? അവർ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. ഷാജിസ്കറിയ, നീ പറയുന്ന കാര്യങ്ങൾക്ക് നീ ഹൃദയത്തിൽ കൈവച്ച്, നെഞ്ചിൽ കൈവച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നേരത്തെ പറഞ്ഞ് ദൈവഭയമുള്ള ആരും ഹാമാസിനെ പിന്തുണയ്ക്കരുത്. ദൈവഭയമുള്ള ആരും ഹമാസിനെ പിന്തുണയ്ക്കില്ല, ഇസ്രയേലിനെ പിന്തുണയ്ക്കും. അതായത് ഭീകരന്മാരായ ഇസ്രയേലിനെ പിന്തുണയ്ക്കണമെന്നാണ് ഷാജിസ്കറി പറയുന്നത്. നീ അത് പറഞ്ഞോ? അത് നീ പറയുന്നത് ബാക്കിയുള്ളവരും പറയണമെന്നും അങ്ങനെ പ്രവർത്തിക്കണമെന്നും നീ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? നിനക്ക് ബുദ്ധി സ്ഥിരത ഇല്ലാതായ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, ഇപ്പോ ഏത് സംഘപരിവാറായിരുന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോ 25-30 കോടി ഇടയിൽ 25-30 കോടി ജനങ്ങളോളം മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ സംഘപരിവാറിന്റെ കണക്കനുസരിച്ച് 20 കോടിയാണെങ്കിലും പ്രശ്നമില്ല. എന്തായാലും ഈ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റില് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിം ഉണ്ടാകും ഇല്ല. ഇവിടെയുള്ള ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ അപ്പോൾ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഈ സംഘപരിവാറുകാർ കണക്കാക്കിയിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികളെ അങ്ങനെ തന്നെ. പക്ഷെ അത് അവന്മാർക്ക് മുട്ടമ്പഴേ അവന്മാര് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും. എന്തായാലും ശരി, ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ തലതൊട്ടപ്പനാണ് ജോൺ പോൾ മാർപ്പാപ്പ. ആ മാർപ്പാപ്പ ഇന്ന് വരെ ഇസ്രയേലിനെ പിന്തുണച്ചിട്ടില്ല. ഇസ്രയേലിനെ മാർപ്പാപ്പ ഇന്ന് വരെ പിന്തുണച്ചിട്ടില്ല. അപ്പൊ ഈ ഷാജിസ്കറിയ ക്രിസ്ത്യാനിയാണ്, അതേ ജൂതനാണ്. നീ പറ. പൊതുജന മധ്യത്തിൽ പറയാനുള്ള തൻ്റെ ഇടം വേണം, ആണത്വം വേണം. നീ തന്തയ്ക്ക് പറഞ്ഞവനാണ് നീ പറയണം, നീ ജൂതനാണെന്ന് പറയണം, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്. കാര്യം നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ജോൺ പോൾ മാർപ്പാപ്പ എന്ത് പറയുന്നു അതിനനുസരിച്ച് നീ പ്രവർത്തിക്കണം. അത് പറയാനുള്ള തൻ്റെ ഇടമില്ലാത്ത നീ ആണായിട്ട് നടന്നിട്ട് മീശയും വെച്ച് നടന്നിട്ട് കാര്യം. നീ മീശ പഠിച്ചു കളയണം. നീ ആണും പെണ്ണും കെട്ടവനാണ്. നിനക്ക് സ്വന്തമായൊരു നിലപാടില്ല. സംഘപരിവാറിന്റെ ചാണകം തിന്ന് നിന്റെ ബുദ്ധിയും നിന്റെ ചിന്താശക്തിയും ഒക്കെ മരവിച്ചു പോയി. അപ്പൊ നീ മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് കളിച്ചു എങ്കിൽ പാകിസ്ഥാനോട് അത്ര വൈരാഗ്യമുണ്ട്, പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണ്, കളിക്കാൻ പോരുത്. ആ ഒരു തൻ്റെ ഇടം വേണം. അല്ല മോഡി ഭരിക്കുന്നു എന്നും പറഞ്ഞ് എന്ത് തെണ്ടിത്തരം നീ വന്നിരുന്ന ചാനലിൽ വിളമ്പരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ മനസ്സിലാക്കാത്തത്, നിനക്ക് ഇത്രയും ബുദ്ധിയും വിവരവും ഉണ്ടെന്ന് നിനക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എന്നെ മുസ്ലിം വിരോധിയായിട്ടാണ് ബാക്കിയുള്ളവർ. നീ മുസ്ലിം വിരോധി തന്നെയാണ്. നീ ചാണകം തിന്നത് എന്ന് തുടങ്ങി അന്ന് തൊട്ട് നീ മുസ്ലിം വിരോധി. നിനക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നും കുറച്ച് ഉച്ചിഷ്ടം കിട്ടും. നിനക്കിപ്പോ കോടികളുടെ ആസ്തിയുണ്ട്, നിനക്ക് എന്തും ആവാന്നൊരു ഇതുണ്ട്. നിന്റെയൊക്കെ മരണം എങ്ങനെയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് പടച്ചതമ്പുരാൻ നിന്നെ എന്നെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമാണ്. നിനക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് ദൈവങ്ങളൊന്നുമില്ല. നീ അത് മനസ്സിലാക്കി വെച്ചോ. നിന്റെ മരണം എങ്ങനെയാണെന്ന് പടച്ചവൻ എഴുതി വെച്ചിട്ടുണ്ട്. നീ അതിനനുസരിച്ചുള്ളൂ. ചില ബീഭത്സമായ രീതിയിലായിരിക്കും നീ മരണപ്പെടുന്നത്. തുണ്ടായിട്ട് നീ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് നീ ദൈവഭയമുള്ളവനാകുക. അല്ല നീ മാർപ്പാപ്പ ദൈവഭയം ഇല്ലാത്തവനാണെന്ന് പറയാൻ നീ ആരാണ്? അതായത് നീ പറഞ്ഞു വരുന്നത് അങ്ങനെയാണല്ലോ, ഇസ്രയേല് ഭീകര രാഷ്ട്രമല്ല, ഹമാസ് ഭീകരന്മാരാണ് എന്ന് നീ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജോൺ പോൾ മാർപ്പാപ്പ ദൈവവിശ്വാസിയല്ല എന്നാണ്. ദൈവവിശ്വാസികളെല്ലാം ഇസ്രയേലിനെ പിന്തുണയ്ക്കണമെന്നല്ലേ നീ പറയുന്നത്? അപ്പൊ അതാണ് നീ അർത്ഥമാക്കുന്നത് എന്താണ്? നീ പച്ചയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ നീ ഈ സംഘപരിവാറുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവന്മാരുടെ മറ്റതിന് വേണ്ടി നീ ഇങ്ങനെ സംസാരിക്കരുതെന്നാണ് നീ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഏഷ്യ കപ്പ് തന്നെ എടുക്കാം. ഏഷ്യ കപ്പില് പാകിസ്ഥാൻ തോറ്റു, ഇന്ത്യ ജയിച്ചു.
അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അല്ലാതെ നീ എല്ലാത്തിലും വർഗീയത കൊണ്ട് ഇറക്കരുത്. നീ ഈ മതവിദ്വേഷം വളർത്തരുത്. എന്നെപ്പോലെ ഒരാളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായത്, നീ വെളി കാണില്ല, നീ ജയിലിൽ കിടക്കും. നിന്റെ കാലാകാലം നിന്റെ സ്വത്തും നിന്റെ പണവും എല്ലാം പിടിച്ചെടുക്കുന്ന യോഗ ചെയ്യുന്നില്ലേ? യു പിയിൽ എത്രയോ മുസ്ലിങ്ങളെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു, എത്രയോ പേരെ വെടിവെച്ചു കൊല്ലുന്നു. അങ്ങനെ നിന്നെ ആരെങ്കിലും വെടിവെച്ചു കൊല്ലും? നീ അതുകൊണ്ട് നീ പിന്നെ തന്തയ്ക്ക് പിറന്ന രീതിയിലേ നീ പ്രവർത്തിക്കുക, തന്തയില്ലാത്ത രീതിയിൽ നീ പ്രവർത്തിക്കരുതെന്നാണ് ഷാൻസ്കറി എനിക്ക് പറയാനുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യയിലും കളിച്ചിട്ടുണ്ടെങ്കിൽ കളിച്ചാൽ അവർ കൈ കൊടുക്കണം, അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അല്ലാതെ നീ തെണ്ടിത്തരവും ചെറ്റത്തരവും മതവിദ്വേഷവും വെറുപ്പും ഈ പ്രചരിപ്പിച്ച് നിന്റെ ചാനലിൽ കുറെ സംഖ്യകള് ആള് കൂട്ടാമെന്നുള്ളതല്ല, നിനക്കൊന്നും ഉണ്ടാവില്ല, നീ അങ്ങനെ ഒരു നേട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ കളിക്കാൻ താല്പര്യമില്ലേ? ഭീകര രാഷ്ട്രമാണ്, ശരി, പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ കളിക്കുന്നില്ല, ആ ട്രോഫി വേണ്ടെന്ന് വെക്കണം. എന്തുകൊണ്ടത് പാടില്ല? എന്തുകൊണ്ട് പാടില്ല? അതിനെപ്പറ്റി ചിന്തിക്കുന്നേ, അതിന് നീ സംഘപരിവാറിന് ഉപദേശം കൊടു. അല്ലാതെ ഈ ചെറ്റത്തരം വന്നിരുന്ന് ചാനലിൽ പറയരുതെന്നാണ് എനിക്ക് പിന്നെ ഷാൻസ്കറിയോട് പറയാനുള്ളത്. സംസ്കാര സമ്പന്നരായ മതേതരവാദികളായ യുവജനങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കണം. ഈ ഇങ്ങനെയുള്ള ചെറ്റ വർത്തമാനം പറയുന്ന ചാനലുകളായാലും എന്തായാലും ഇവനെയൊക്കെ അടിച്ച് അവൻ്റെയൊക്കെ കൈയും കാലും ഓടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും DYFI ആയിരുന്നാലും CPM ആയിരുന്നാലും ശരി, ഈ ഇവിടെയുള്ള യുവജനങ്ങൾ, ആദർശ അധീരരായ യുവജനങ്ങൾ ഇങ്ങനെയുള്ള ഈ പിന്നെ തെമ്മാടിത്തരത്തിനെതിരെ, ചെറ്റത്തരം സംസാരിക്കുന്നതിനെ, വിഡ്ഢിത്തരം സംസാരിക്കുന്നതിനെതിരെ നിങ്ങളെല്ലാം പിന്നെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഇവിടുത്തെ യുവജനങ്ങളോട്, കേരളത്തിലെ യുവജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാം നല്ലൊരു ഭാവിക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ ആയിരുന്നാലും ശരി, നമ്മുടെ കേരളമായിരുന്നാലും ശരി, കേരളത്തിലെ ആളുകൾ സന്തോഷമായിട്ട് സൗഹൃദത്തിൽ കഴിയട്ടെ. വിദ്വേഷവും വെറുപ്പും ഈ സമൂഹത്തിൽ പടർത്തി ഇവനൊക്കെ എന്ത് നേട്ടം ചെയ്യാനാണ്? അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രതികരിക്കണം, ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.